ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകണം ഈ നെയ്ക്കകത്ത് കിടന്ന്. ഇതിങ്ങനെ കഴിക്കാൻ അപാര ടേസ്റ്റാണ്. കണ്ടാൽ തന്നെ കൊതി വരുന്നുണ്ട്. എൻ്റെ പേര് ബൈജു കേസരി. ഈ സ്ഥലം കോട്ടയം കറുകച്ചാലാണ്. എൻ്റെ ചെറിയൊരു സംരംഭമാണ് വീട്ടിലെ രുചി എന്ന് പറയുന്ന ഈ പേരിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന സാധനങ്ങളാണ് ഈ നിരന്നിരിക്കുന്നത്. ഇതിൽ ഞാൻ മീനച്ചാറാണ് തുടങ്ങിയത്. കോവിഡ് സമയത്ത് ഈ 1 കിലോ മീൻ മേടിച്ച് അച്ചാറിട്ട് വീടുകളിലൊക്കെ കൊണ്ട് നടന്ന് വിൽക്കുമായിരുന്നു ആദ്യത്തെ സംഭവം. അവിടുന്ന് തുടങ്ങി ഇപ്പോൾ 50-ൽ കൂടുതൽ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കേടുകൂടാതെ ഫ്രിഡ്ജും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ ഒത്തിരി നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയിരുന്നു എന്ന് അമ്മൂമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അറിവ് വെച്ച് ഉണ്ടാക്കി ഇപ്പം ഞാൻ ഈ പ്രോഡക്റ്റുകളൊക്കെ സക്സസ്സിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പായസങ്ങൾ 2-3 പായസങ്ങൾ, ഉണക്കയിറച്ചി, മാമ്പഴത്തര, ചക്കത്തര, അങ്ങനെയുള്ള സാധനങ്ങൾ, പൊടികളെ അങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങളുണ്ടാക്കി ഇപ്പോൾ വിപണിയിലെത്തിക്കുന്നു. അതിൽ മെയിനായിട്ട് പായസങ്ങളാണ്. അതായത് ചക്ക പായസം, പഞ്ചാമൃത പായസം, എള്ളു പായസം, ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നേക്കുന്ന ചക്ക പായസം. ചക്ക പഴത്തിൽ നിന്ന് കുറേ ഇൻഗ്രീഡിയൻസ് ഇട്ട് തയ്യാറാക്കുന്നതാണ്. ഇത് ഞാൻ പിന്നീട് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. ആദ്യം തൊട്ട് തന്നെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചക്ക പായസത്തിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാമെന്ന്. ഇത് നമ്മുടെ കറുത്ത മുന്തിരിയാണ്. കറുത്ത മുന്തിരി കഴുകി വെച്ചേക്കുന്നു. ഇത് തേങ്ങാക്കൊത്താണ്. അത് വറക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ചേക്കുന്നു. ഇത് മറയൂർ ശർക്കരയാണ്. ശർക്കര പൊടിച്ച് വെച്ചേക്കുന്നു. ഇത് നമ്മുടെ നെയ്യാണ്. ഇത് ഈന്തപ്പഴം, ഇത് നട്ട്സ്, ഇത് പഴമാണ്. ഇത് നല്ല വരിക്കച്ചക്ക അരച്ച് വെച്ചേക്കുകയാണ്. ആദ്യം നമ്മൾ നെയ്യ് ചൂടാകുമ്പോഴേ മുന്തിരിങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയാണ് നെയ്യ് ഒഴിക്കുന്നത്. അത് ഈ മുന്തിരി കോരിയിട്ട് അടുത്ത സാധനങ്ങൾ ഇങ്ങനെ ഇടാൻ പോവാണ്. ആദ്യം ഒന്ന് മുന്തിരി കോരി എടുത്തിട്ട് ആ അണ്ടിപ്പരിപ്പ് നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഓർക്കും ഇത് തന്നെ ഈ ഉരുളിക്കകത്ത് ഇത്രയോ അണ്ടിപ്പരിപ്പ് വേണമെന്നൊക്കെ. അടുത്ത് നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. തേങ്ങ അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഏകദേശം ഒരു ചുവപ്പ് കളറായി. നമുക്കത് കോരിയെടുക്കാം. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പഴം ചേർത്ത് കൊടുക്കുകയാണ് നെയ്ക്കകത്തോട്ട്. നല്ല കുരുവില്ലാത്ത ഈന്തപ്പഴമാണ്. ചക്ക നമുക്ക് അരച്ച് വെച്ചേക്കുന്നത്, നല്ല വരിക്കച്ചക്ക അരച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകണം ഈ നെയ്ക്കകത്ത് കിടന്ന്. കാരണം ഈ പഴത്തിൻ്റെയൊക്കെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് മൊത്തം വറ്റി വരണം ഈ നെയ്ക്കകത്ത് കിടന്ന്. ഇത് നമ്മുടെ മറയൂർ ശർക്കരയാണ്. ഇത് ഇങ്ങനെ തന്നെ ചേർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറയൂർ ശർക്കരയ്ക്കകത്ത് പൊടിയോ അഴുക്കോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ചേർക്കുന്നത്. പൊടിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ ആദ്യം വറുത്ത് വെച്ച മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. എല്ലാവരും ചോദിക്കും ഇത്ര മുന്തിരിങ്ങ എന്തിനാന്നൊക്കെ. ഇത്രയും പായസത്തിന് ഇത്രയും മുന്തിരിങ്ങ. ഇത് ഇത്രയും പായസമല്ല, ഇത് 4 ഇരട്ടി ആകുവാണ്. കാരണം എല്ലാ ബോട്ടിലിൻ്റെ അകത്തും മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും എല്ലാം വേണം. അതുകൊണ്ടാണ് ഇത്രയും കൂടുതലിടുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ടാമത് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മൂന്നാമത് നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത്, ഏലക്ക, ചുക്ക്, ജീരകം, ഇത് 3 കൂടെ പൊടിച്ച് വെച്ചേക്കുന്നതാണ്. ഇതുകൂടെ നമുക്ക്, ഇത് നമ്മുടെ പായസത്തിൻ്റെ കൂട്ടാണ്. ഇങ്ങനെയും കഴിക്കാം, ഈ കൂട്ടും കഴിക്കാം, നമുക്ക് പായസമാക്കിയും കഴിക്കാം. ഇതിങ്ങനെ കഴിക്കാൻ അപാര ടേസ്റ്റാണ്. കണ്ടാൽ തന്നെ കൊതി വരുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റാണ് നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നത് കണ്ടത്.
ഇത് നമ്മുടെ 1/2 കിലോ ബോട്ടിലിൻ്റെ അകത്ത് നമ്മൾ പാക്ക് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിലേക്ക് അയച്ചു തരുന്നത്. ഇത് ഉണ്ടാക്കേണ്ട മെത്തേഡും ഞാനിപ്പോൾ കണ്ടു കാണും. ഇത് ഉണ്ടാക്കേണ്ടത് ഒന്നുകൂടെ പറയുകയാണ്. ഒരു 100 ഗ്രാമിൻ്റെ മിൽക്ക് പൗഡർ, അതായത് കോക്കനട്ട് മിൽക്ക് പൗഡർ മേടിക്കുക. ഒരു 1.5 ലിറ്റർ വെള്ളം ചൂടാക്കുക, അതിലിട്ട് മിക്സ് ചെയ്യുക. ഈ സാധനം പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 ലിറ്റർ പായസം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് 2 മാസത്തെ എക്സ്പയറി ഡേറ്റാണ് ഇപ്പോൾ വരെ പറയാൻ പറ്റുന്നത്. ഇത് നമ്മുടെ ചക്കത്തെരയാണ്. ചക്കപ്പഴം പായലൊക്കെ പണ്ട് ഉരച്ച് ഉണക്കിയെടുക്കുന്ന സാധനം ചക്കത്തെരയാണ്. ഇതിൻ്റെ അകത്ത് വേറെ ഒരു പ്രിസർവേറ്റീവും ഇല്ല, കെമിക്കൽസും ഒന്നുമില്ല. നമ്മൾ പായൽ ഉരച്ച് അരിപ്പൊടിയും ചേർത്ത് ഉണക്കിയെടുക്കുന്ന സാധനമാണ്. അതേപോലെ തന്നെ ഇത് മാമ്പഴത്തെരയാണ്. മാമ്പഴം നമ്മൾ പായൽ ഉരച്ച് റെഡിയാക്കി എടുക്കുന്നതാണ്. അതും പഴയ കാലത്ത് എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനം. കാരണം ഇപ്പോൾ ആർക്കും അറിയത്തില്ല ഈ സാധനങ്ങളൊന്നും. ഇതിൻ്റെ അകത്തൊന്നും ഒരു കെമിക്കലും ചേർക്കേണ്ട ആവശ്യമില്ല. വർഷങ്ങളോളം കേടുകൂടാതിരിക്കുന്ന സാധനമാണ്. ഇത് നമ്മുടെ ഉണക്ക ഇറച്ചിയാണ്, പോത്തിറച്ചിയാണ്. അതായത് പോത്തിറച്ചി നമ്മുടെ പുകയത്ത് ഉണങ്ങിയെടുത്തേക്കുന്നതാണ്. പുകയത്ത് എല്ലാവരും ഡ്രയറയിലും മെഷീനിലും ഒക്കെ ഉണങ്ങുമ്പോൾ നമ്മൾ പുകയത്താണ് ഇത് ഉണങ്ങുന്നത്. ഇത് പുകയത്ത് ഉണങ്ങി, അതായത് ഒരു 4.5 കിലോ ഒക്കെ മേടിച്ച് ഉണങ്ങുമ്പോഴാണ് ഇത് 1 കിലോ കിട്ടുന്നത്. ഈ സാധനം മേടിച്ച് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. വർഷങ്ങളോളം ഇതും കേടാകാതിരിക്കും. ഈ സാധനം തന്നെ ചതച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം തൊടാതെ തന്നെ ചതച്ച്, ഈ ഉണക്കയിറച്ചി തന്നെ എടുത്ത് ചതച്ച് നാര് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചെമ്മീനും മാങ്ങയും കൂടെ ഉരളിൻ്റെ അകത്ത് ഇടിച്ചെടുത്തേക്കുന്നതാണ്. ഇതൊക്കെ വിപണിയിലൊന്നും കിട്ടത്തില്ല. നമ്മുടെ പ്രത്യേകിച്ചുള്ള പ്രോഡക്റ്റ്, പഴയ കാലത്ത് അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ ചെയ്ത് സൂക്ഷിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളാണ്. ഇതും 5-6 മാസം ഇരിക്കുന്നതാണ്. മാങ്ങായും ഉണക്കച്ചെമ്മീനും മാങ്ങായും കൂടെ ഇടിച്ചെടുത്തേക്കുന്ന ചമ്മന്തിയാണ്. ഇത് നമ്മുടെ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഉണ്ണിമധുരമാണ്. എല്ലാവരും സിനിമയിലൊക്കെ കേട്ടിട്ടുള്ള ആ ഉണ്ണിമധുരമാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നൊരു സാധനമാണ്. ഇത് 3-4 മാസം ഇരിക്കും. ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളാണ് ചെയ്തത്. പഴവും പിന്നെ ഈന്തപ്പഴവും ശർക്കരയും നെയ്യും ഒക്കെ ചേർത്ത് വരട്ടി എടുക്കുന്ന സാധനമാണ് ഉണ്ണിമധുരം. തേൻ നെല്ലിക്കയാണ്. പലരും തേൻ നെല്ലിക്ക കഴിച്ചിട്ടുണ്ട്. മുഴുവനെ നെല്ലിക്ക തേൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കുന്നത്. തേനാന്ന് പറഞ്ഞ് പഞ്ചസാര പാനിയൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ പ്യുവർ തേൻ തന്നെ, കാട്ടുതേനാണ് ഇതിൻ്റെ അകത്ത് ഒഴിച്ചേക്കുന്നത്. അതായത് നെല്ലിക്കയുടെ കുരു ഇല്ലാതെ അടത്തി 4ആയിട്ട് കീറി ഇട്ട് വെച്ചേക്കുന്നതാണ്. ഇത് പനമ്പാനി എന്ന് പറഞ്ഞാൽ കല്യാണങ്ങളിൽ സദ്യക്കൊക്കെ ലാസ്റ്റ് ഡെസേർട്ടായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഇപ്പോഴാണ് ഐസ്ക്രീമൊക്കെ വന്നേക്കുന്നത്. അന്ന് സദ്യയൊക്കെ കഴിഞ്ഞിട്ട് പഴവും ചോറും തൈരും ഇതും കുറച്ചൊഴിച്ച് ഞെവിടി കഴിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം. പഞ്ചാമൃത പായസമാണ്. പഞ്ചാമൃത പായസം എന്ന് പേര് വരാൻ തന്നെ 5 കൂട്ടം അമൃതമാണ് ഇതിൻ്റെ അകത്ത് ചേരുന്നത്. തേങ്കദളിപ്പഴം, ശർക്കര, മറയൂർ ശർക്കര, ഈന്തപ്പഴം, ഏലക്ക, നെയ്യ്, പനങ്കൽക്കണ്ടം, അങ്ങനെ 5 കൂട്ടം മെയിൻ സാധനങ്ങൾ ചേർത്തുണ്ടാക്കുന്നതാണ്. ഇതാണ് വെള്ളം വറ്റിച്ച് 4 മാസത്തോളം കേടാകാതെ ഇരിക്കുന്ന പായസമാണ്. ഇത് കേരളത്തിൽ ആരും സെയിൽ ചെയ്ത് കണ്ടിട്ടില്ല. ഇത് ഞാൻ മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ സെയിൽ ചെയ്യുന്നത്. ഇത് നമ്മുടെ എള്ള് പായസമാണ്. ശരീരത്തിനൊക്കെ നല്ല എള്ള്, തലമുടിക്കും തലയ്ക്കും ഒക്കെ നല്ലതാണ്. എള്ള് പായസമാണ്. എള്ളും തേനുമാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ ആഡ് ചെയ്തേക്കുന്നത്. എള്ള് പായസമാണ്. ഇതും മാസങ്ങളോളം കേടാകാതെ ഒരു പായസമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ കൂടാതെ നമ്മുടെ ശർക്കര വരട്ടി ഉണ്ട്, നല്ല നാടൻ ഏത്തയ്ക്ക വറുത്തതുണ്ട്, ചീട അല്ലെങ്കിൽ കളിയടയ്ക്ക എന്നൊക്കെ പറയും, അതുണ്ട്. അങ്ങനെ 3 കൂട്ടം സാധനങ്ങൾ ഇതുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ നിരവധി പ്രോഡക്റ്റുകൾ ഉണ്ട്. ഇത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്പർ ഉണ്ട്, വാട്സപ്പാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും. ഇത് പിന്നെ കേരളത്തിൽ നമ്മുടെ 2-3 ഷോപ്പുകളിൽ കിട്ടും. ഷോപ്പുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഏറ്റുമാനൂരുള്ള പുളിമൂടി ജംഗ്ഷൻ പേരൂർ, അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് കിട്ടും. അവിടെ ഓർഗാനിക് ഫുഡ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അവിടെ നമ്മുടെ ഈ പ്രോഡക്റ്റുകളെല്ലാം കിട്ടും. അതുപോലെ നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ ഡ്യൂട്ടി ഫ്രീയിലും നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം ഇനി മുതൽ കിട്ടും. പിന്നെ ആർക്ക് വേണമെങ്കിലും ഈ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയച്ചു തരാം. ദയവ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യുക.